സെപ്റ്റംബർ 16 രക്തസാക്ഷിയായ വിശുദ്ധ കൊർണേലിയസ് പാപ്പായുടെ തിരുനാൾ അനുസ്മരിച്ച് ആഗോള സഭ. AD 250 ജനുവരി 20 വിശുദ്ധ ഫേബിയന്റെ രക്തസാക്ഷ്യത്തിന് ശേഷം 16 മാസത്തേക്ക് മാർപ്പാപ്പമാരുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ഭയങ്കരമായിരുന്നു അന്നത്തെ ചക്രവർത്തി ഡേസിയൂസ് നടത്തിയ മതപീഡനം. കൊർണേലിയൂസിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടിയാണ് മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തതെന്ന് അദ്ദേഹത്തിന്റെ സമകാലികനായ വിശുദ്ധ സിപ്രിയൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അക്കാലത്ത് ഒരു വലിയ തർക്കമുണ്ടായി. വിഗ്രഹങ്ങളെ ദൂപിച്ചവരായാലും വിഗ്രഹങ്ങളെ ദൂപിച്ചുവെന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിയവരായാലും അവരെ തിരഞ്ഞെടുത്തുകൂടെന്ന് നൊവേഷ്യൻ വാദിച്ചു. ഈ ആഫ്രിക്കൻ വംശജൻ താമസിയാതെ ഒരു എതിർ മാർപ്പാപ്പയായി പ്രത്യക്ഷപ്പെട്ടു. കൊർണേലിയസ് പാപ്പ റോമായിൽ 60 മെത്രാന്മാരെ വിളിച്ചുവരുത്തി ഒരു സൂനകദോസ് നടത്തി. നൊവേഷ്യനും സന്നിഹിതനായിരുന്നു. സൂനകദോസ് അദ്ദേഹത്തെ മഹറോൻ ചൊല്ലി. സിപ്രിയൻ കൊർണേലിയസ് പാപ്പായുടെ കൃത്യബോധത്തെയും കാരുണ്യത്തെയും വാനോളം പുകഴ്ത്തി രംഗത്ത് വന്നിട്ടുണ്ട്. ഡേസിയൂസ് ചക്രവർത്തി AD 251 മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ സൈന്യാധിപൻ ഗാലുസു അടുത്ത ചക്രവർത്തിയായി. ഉടനെ ഒരു പകർച്ചവ്യാധി രാജ്യത്ത് പടർന്നു പിടിച്ചതിനാൽ ക്രിസ്ത്യാനികളെ ബലി ചെയ്ത് ദേവന്മാരെ പ്രസാദിപ്പിക്കണമെന്ന് ഗാലുസു നിശ്ചയിച്ചു. ചക്രവർത്തിയുടെ ഈ തീരുമാനത്തിൽ പാപ്പയായ കൊർണേലിയസ് തന്നെ ആദ്യ രക്തസാക്ഷിയായി. വിശുദ്ധനായ കൊർണേലിയസെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.